പായസത്തിനും കറികൾക്കും മറ്റു പല വിഭവങ്ങൾക്കും നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമാണ്. ഇതെങ്ങനെ ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാൽ എന്നൊക്കെ തരംതിരിച്ചുണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്ക ആൾക്കും അറിയാവുന്നത് തന്നെയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ വളരെ ചെറിയ അളവ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ ചിരകിയെടുത്തതാണിത്. ഈ തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ഒന്നാം പാൽ ഉണ്ടാക്കിയെടുക്കാൻ. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി, ഒട്ടും വെള്ളം ചേർക്കരുത്. നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് അരിപ്പ വെച്ച് അതിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള പാല് കിട്ടുന്നത് കാണാം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പാൽ ഇത്ര ക്രീമി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം പാലെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. നമുക്ക് ഈ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീര ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇടാം. കാരണം നമുക്കിത് വീണ്ടും രണ്ടാം പാലിന് വേണ്ടിയിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ ഒന്നാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ എടുത്തതുകൊണ്ട് തന്നെ ഇതൊരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 3-4 പേർക്കുള്ള കറി വെക്കാൻ ഇത്രയും പാൽ മതിയാവും. നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ ഒന്നാം പാൽ ഇത്രയൊക്കെ ആവശ്യമുണ്ടാവുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടിയിട്ടെടുക്കുക, അത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ. അങ്ങനെ നമ്മുടെ ഒന്നാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഒന്നാം പാലാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് രണ്ടാം പാൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മൾ പാല് പിഴിഞ്ഞെടുത്ത ഈ തേങ്ങയിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചൂടുവെള്ളം ചേർക്കണം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ സാധാരണ വെള്ളം മതിയാവും. പിന്നെ AC ഒക്കെ ഇടുന്ന സ്ഥലമാണെങ്കിൽ, നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം തന്നെ യൂസ് ചെയ്യാം. എന്നാലേ നന്നായിട്ട് പാല് കിട്ടുള്ളൂ. നാട്ടിലൊക്കെ ഇപ്പോൾ ആണെങ്കിൽ സാധാരണ വെള്ളം ചേർത്താൽ മതി. വെള്ളത്തിന് വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. ചൂടുവെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം മാത്രം യൂസ് ചെയ്യാം. നമുക്കിതൊന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അരിപ്പയിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് ഒന്നാം പാലിൻ്റെ പോലെ നല്ല ക്രീമി ആയിട്ടൊന്നല്ല ഉണ്ടാവുക, എന്നാലും അധികം കട്ടി കുറഞ്ഞിട്ടും ആയിരിക്കില്ല. അത്യാവശ്യം കട്ടിയുള്ള രണ്ടാം പാലാണിത്. അങ്ങനെ നമ്മുടെ രണ്ടാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മൂന്നാം പാൽ റെഡിയാക്കാം. അതിനുവേണ്ടി വീണ്ടും ഇതേ തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതും ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് മുഴുവൻ പാലും എടുക്കണം. അങ്ങനെ നമ്മുടെ മൂന്നാം പാലും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ 3 പാലും ആവശ്യമുണ്ട്. കറികൾക്കൊക്കെ ഒന്നാം പാലും രണ്ടാം പാലും മാത്രമേ വേണ്ടി വരുള്ളൂ. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1, 2, 3 പാൽ ആവശ്യമുണ്ട്. ഇതല്പം നേരിയ പാലാണ്, കട്ടിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ പാൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തേങ്ങയിൽ ഇനി പാലൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്കിനി കളയാനേ പറ്റുള്ളൂ. അങ്ങനെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയെടുക്കണം. കൂടുതൽ തേങ്ങാപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.